ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വീണ്ടും ഈ നിലയിൽ ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാനായിട്ട് പഠിക്കുവാനായിട്ട് ഒരവസരത്തോടെ കർത്താവ് തന്നല്ലോ. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് 3 യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരാം. കഴിഞ്ഞ ആഴ്ച നമുക്ക് 2 യോഹന്നാൻ ചിന്തിപ്പടിയാക്കി തീർത്തു. ഇന്ന് ഈ ക്ലാസ് കൊണ്ട് ഈ പുസ്തകം തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന് മുമ്പ് ഇവിടെ ഈ പുസ്തകത്തിൽ സംസാരിച്ചായിട്ട് ഒരല്പസമയം ലളിതമായ ഒരു ചിന്ത പങ്കുവച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ അതിൻ്റെ അല്പം കൂടെ വിശദമായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 3 യോഹന്നാനും ഈ ലേഖനവും യോഹന്നാൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കത്തായിട്ടാണ് നമുക്കിനെ കാണുവാൻ കഴിയുന്നത്. ഒന്നാം വാക്യത്തിൽ കാണുന്നത്, മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നു എന്ന് വായിക്കുകയാണ്. 2 യോഹന്നാനിൽ കാണേണ്ടതുപോലെ ഇവിടെയും യോഹന്നാൻ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് മൂപ്പൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഒരു മൂപ്പൻ എന്ന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2 നിലയിലാണ്. പ്രായം കൊണ്ടും മൂപ്പൻ, പദവി കൊണ്ടും മൂപ്പൻ. യോഹന്നാൻ ഇത് രണ്ടും അതിൻ്റെ അർഹനാണ്. പ്രായം കൊണ്ടും പദവി കൊണ്ട് യോഹന്നാന് എൽഡറാണ്, മൂപ്പനാണ് എന്ന് കാണുവാൻ കഴിയുകയാണ്. ഇവിടെ യോഹന്നാനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ 3 പ്രത്യേകതകൾ നമുക്ക് യോഹന്നാനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുകയാണ്. 1 സീനിയോറിറ്റി, പ്രായം ചെന്ന വ്യക്തി. 2 അതോറിറ്റി അഥവാ പദവി. 3 ഐ വിറ്റ്നസ്, കർത്താവിനെ നേരിട്ട് കണ്ടായിരിക്കുന്ന സാക്ഷി, ഒരു സാക്ഷി. ഈ 3 പ്രത്യേകതകൾ ഈ യോഹന്നാനുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയാണ്. യോഹന്നാൻ എഴുതുന്നത് ഗായോസ് എന്ന് പറയുന്ന ഒരു സ്നേഹിതന് ആണ് യോഹന്നാന് ഈ ലേഖനം എഴുതുന്നത്. സാധാരണ റോമക്കാരുടെ ഇടയിൽ, റോമൻ സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് ഗായോസ് എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ 4 ഗായോസുമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 19:29 നാം കടന്നു ചെല്ലുമ്പോൾ മക്കെദോന്യക്കാരനായ ഗായോസിനെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 20:4 വാക്യത്തിൽ കടന്നു വരുന്നത് ദർബക്കാരനായിരിക്കുന്ന ഗായോസ്. മൂന്നാമതായിട്ട് റോമാലേഖനം 16:23, 1 കൊരിന്ത്യർ 1:14 ഈ ഭാഗത്ത് കൊരിന്ത്യവാസിയായിരുന്ന ഗായോസ്. 4മതായിട്ട് യോഹന്നാനോട് പറയുന്ന എഫെസോസുകാരനായിരിക്കുന്ന ഗായോസ്. ഇവിടെ പറയുന്ന ഗായോസ്, അദ്ദേഹം എഫെസോസുകാരനായിരിക്കുന്ന ഗായോസാണ്. ചില ആൾക്കാർ പറയുന്നത് യോഹന്നാൻ മുഖാന്തരം രക്ഷയിലേക്ക് വന്ന ഒരു യൗവനക്കാരനാണ് ഇവിടെ യോഹന്നാൻ എഴുതുന്ന ഗായോസ് എന്ന് പറയുകയാണ്. ഇദ്ദേഹം എഫെസോസിൽ എവിടെയോ പാർത്തിരുന്ന ഒരു യൗവനക്കാരനാണ്. ഒരു ധനവാനായ ഒരു യൗവനക്കാരനായിട്ടാണ് ചിലർ ഈ ഗായോസിനെ മനസ്സിലാക്കുന്നത്. മാത്രമല്ല യോഹന്നാന് ഈ ഗായോസിനോട് പ്രത്യേകമായിരിക്കുന്ന ഒരു സ്നേഹവും പ്രത്യേകമായിരിക്കുന്ന ഒരു വാത്സല്യവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുക. കാരണം അവർ പരസ്പരം ഉള്ളായിരിക്കുന്ന ആദ്യ സ്നേഹം ഇപ്പോഴും മുറുകെ പിടിക്കുന്നു, ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഇവിടെ കാണുവാൻ നമുക്ക് കഴിയുകയാണ്. എടുത്തു പറയേണ്ടായിരിക്കുന്ന വിഷയമാണ്. അവരെപ്പോൾ കണ്ടുമുട്ടിയോ ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയമാണ്. യോഹന്നാൻ പറയാണ്, ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന ഗായോസ്. അതായത് അവർ തമ്മിലായിരിക്കുന്ന സ്നേഹം വളരെ ആത്മാർത്ഥമായിരുന്നു. വളരെയധികം അഭേദ്യമായിട്ടുള്ള, ഭേദിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു നല്ലൊരു ബന്ധമായിരുന്നു ഇരുവർക്കും ഉണ്ടായിരുന്നത്. അത്രമാത്രം സ്നേഹിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഗായോസ് സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് സത്യോപദേശം തിരിച്ചറിഞ്ഞു, ആ തിരിച്ചറിഞ്ഞ സത്യത്തിൽ അദ്ദേഹം ജീവിക്കുന്നു, പിന്തുടരുന്നു എന്നുള്ളത്
യോഹന്നാന് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ജീവിതത്തിലുടനീളം അറിഞ്ഞ ഉപദേശങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു യൗവനക്കാരനായിട്ട് യോഹന്നാന് ഇവിടെ അദ്ദേഹത്തെ കാണുക. അതുകൊണ്ടാണ് യോഹന്നാൻ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുവാൻ ഇടയായിത്തീർന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. വീണ്ടും യോഹന്നാൻ 2-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ കാണുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു, അപ്പോൾ തന്നെ നിന്റെ ശാരീരികമായിട്ടും നീ സകലത്തിലും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഇവിടെ പ്രത്യേകിച്ച് സുഖമായിരിക്കണം എന്ന് ഒരു പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യവനായിരിക്കണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ മനസ്സിലാക്കുന്നത് ഗായോസിന് എന്തൊക്കെയോ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ട് എഴുതി അറിയിക്കുമ്പോൾ നീ ആരോഗ്യവനായി ഇരിക്കണം, ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് യോഹന്നാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ചില ആൾക്കാർ പറയും. അപ്പോൾ ഇവിടെ കാണുമ്പോൾ സ്പിരിച്വലി ഗായോസ് സ്ട്രോങ് ആണ്, അപ്പോൾ തന്നെ ഫിസിക്കലി വീക്കാണ് എന്നാണ് ചില ആൾക്കാർ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇടയിൽ ധാരാളം ഈ അത്ഭുത രോഗശാന്തിക്കാർ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ആൾക്കാരുടെ ചിന്താഗതി അനുസരിച്ച് പാവം ചെയ്തതിൻ്റെ തിക്തഫലമാണ് ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗമെന്നാണ് ചില ആൾക്കാർ വിശ്വസിക്കുന്നത്. രോഗസൗഖ്യം കിട്ടാത്തതിൻ്റെ കാരണം വിശ്വാസക്കുറവാണ് എന്ന് അവർ പറയുകയും ചെയ്യും. അതാർക്കെങ്കിലും പ്രാർത്ഥിച്ചിട്ട് രോഗസൗഖ്യം കിട്ടുന്നില്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ കുറവ് മൂലമാണ് എന്നവർ പറയുന്നു. എന്നാൽ ഇവിടെ ഗായോസ് അങ്ങനെയല്ല. ഗായോസ് ആത്മീയമായിട്ട് എങ്ങനെയാണ്? ഗായോസ് ആത്മീയമായിട്ട് സ്ട്രോങ്ങാണ്. അങ്ങനെ ഗായോസ് ആത്മീയമായിട്ട് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശാരീരികമായിട്ട് വീക്കാകുന്നത്? അപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. ഇയ്യോബ് ആത്മീയമായിട്ട് സ്ട്രോങ് ആയിരുന്നു. ഇയ്യോബിനെ പോലെ തുല്യം ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ദൈവമുമ്പാകെ നിഷ്കളങ്കിലും എല്ലാത്തിൽ നിന്നും ഒഴിവുള്ളവനായിരുന്നു. ഒരു കുറ്റവും പറയാത്ത വ്യക്തിയായിരുന്നു ഇയ്യോബ്. പിന്നെ ശാരീരികമായിട്ട് ഇയ്യോബ് കഷ്ടത അനുഭവിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ ഒരിക്കലും കാണുവാൻ കഴിയുകയില്ല. അത്ഭുത രോഗശാന്തിയിൽ വിശ്വസിച്ചവരും അതിനെ കൊട്ടിഘോഷിച്ചവരും ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ രോഗം വന്നാണ് മരിച്ചിട്ടുള്ളത്. അവരുടെ മരണം ഒഴിച്ച് ബാക്കി എല്ലാ മരണവും ശരീരത്തിന് രോഗം ബാധിച്ചാണ് മരിക്കുന്നത്. നമ്മുടെ സെല്ലുകൾ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സകല സ്വാഭാവിക മരണവും അത് രോഗം മൂലമുള്ള മരണമാണ്. പെട്ടെന്നുള്ള മരണം അപകട മരണമാണ്. ഇവൻ്റെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നതും അതൊരു രോഗമാണ്. പെട്ടെന്നൊരു അപകടം ഉണ്ടായി മരിച്ചാൽ അതിനെ അങ്ങനെയല്ല. ബാക്കിയെല്ലാം ശരീരത്തിന് രോഗം മൂലമാണ് മരിക്കാറുള്ളത്. അപ്പോൾ എല്ലാ മനുഷ്യരിലും രോഗമുണ്ട്. നാം എല്ലാവരും ശാരീരികമായിട്ട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ തന്നെ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന രോഗികളെ സൗഖ്യമാക്കുന്നതെന്ന് കാണുവാൻ കഴിയുകയാണ്. സഭയുടെ ദൈവമക്കളുടെ പ്രാർത്ഥന വളരെയധികം ഫലിക്കുന്നുണ്ട്. എന്നാൽ ചില അസുഖങ്ങൾ മരുന്ന് കൊണ്ട് മാറാവുന്ന അസുഖങ്ങളുണ്ട്. ചിലത് ആഹാരത്തിൽ നിയന്ത്രണം വരുത്തിയാൽ അത് മാറാവുന്നതാണ്. ചില അസുഖങ്ങൾ ഹെർബൽസ്, ചെറി ഇലവർഗ്ഗങ്ങളൊക്കെ കഴിച്ചാൽ മാറാവുന്നതാണ്. എന്നാൽ ചില അസുഖങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും അതൊരു രോഗമായി തുടരുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ശരീരത്തിൽ രോഗമുണ്ടായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ ശൂലം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ രോഗത്തിന് സൗഖ്യം കിട്ടിയില്ല. മറിച്ച് രോഗത്തെ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ കൃപ ദൈവം കൊടുത്തു. എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ തന്നെ പൗലോസ് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ പൗലോസിനോട് ബന്ധത്തിൽ വരുമ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി, ഈ രോഗസൗഖ്യമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഇതിനെ അഭിമുഖീകരിക്കാൻ നിനക്ക് കൃപ ആവശ്യമാണ്, അതാണ് ഞാൻ നിനക്ക് നൽകുന്നത്. അപ്പോൾ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ പലരും പല രീതിയിൽ കഷ്ടവും ഭാരവും ഒക്കെ അനുഭവിക്കുന്നവരാണ്.
നമുക്ക് ആവശ്യമായിരിക്കും ദൈവത്തിന്റെ കൃപയാണ്. ഈ സാഹചര്യങ്ങളെ അഭിമാനിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് ദൈവം നൽകി തരികയാണ്. ഈ ഗായോസിന്റെ അവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ. ചില ആൾക്കാരുടെ ചിന്താഗതിയാണ് അദ്ദേഹം ശാരീരികമായി എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ ഇവിടെ നമുക്ക് പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത് വേറെ ചില ആൾക്കാർ പറയുന്നത് ഈ പുരാതന കാലഘട്ടങ്ങളിൽ മനുഷ്യർ തമ്മിൽ കാണുമ്പോൾ അവർ വന്ദനം ചെയ്യുന്നത് നീ ആത്മീയമായിട്ട് ശാരീരികമായിട്ട് സുഖമായിരിക്കട്ടെ എന്ന് പറയുന്നൊരു വന്ദനമാണ്. ആ ഒരു കേവലം വന്ദനമാണ് ഇവിടെയും യോഹന്നാൻ നടത്തുന്നതെന്നാണ്. അല്ലാതെ ഗായോസ് അസുഖമായി കിടന്നോ അസുഖബാധിതനായിട്ട് ഇരിക്കുന്ന വ്യക്തിയല്ല. അവരുടെ ഇടയിൽ നടന്നു വരുന്ന വന്ദനം പറയുന്ന രീതിയുണ്ട്. ആ നിലയിൽ യോഹന്നാൻ നീ ആത്മീയമായിട്ട് ശാരീരികമായിട്ട് ക്ഷമത്തോടെ ഇരിക്കട്ടെ എന്ന് കത്തിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നല്ല ശതമാനം ആൾക്കാർ പറയുന്നത്. അങ്ങനെ ഇവിടെ യോഹന്നാൻ ഗായോസിനോട് പറയുകയാണ് നീ ശാരീരികമായിട്ടും ആത്മീയമായിട്ടും സുഖമായിരിക്കട്ടെ അഥവാ ക്ഷമത്തോടെ ഇരിക്കട്ടെ എന്ന് ഒരു വന്ദനം ഭാഷയിൽ അദ്ദേഹം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു അളവിൽ പറഞ്ഞാൽ, വേറെ രീതിയിൽ ചിന്തിച്ചാൽ, യോഹന്നാൻ അവന് കൊടുക്കുന്ന ഒരു ഉപദേശം നീ ശാരീരികമായിട്ടും നീ സൂക്ഷ്മതയോടെ ഇരിക്കണം, ആത്മീയമായിട്ടും നീ സൂക്ഷ്മതയോടെ ഇരിക്കണം. കാരണം നീ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നിന്റെ ശരീരത്തെ നീ സൂക്ഷിക്കണം, നിന്റെ ആത്മീയ ജീവിതത്തെ നീ സൂക്ഷിക്കണം എന്നാണ് യോഹന്നാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇവിടെ യോഹന്നാൻ എടുത്ത് പറയുന്നത് ഗായോസിന്റെ ഒരു ആത്മീയമായിട്ടുള്ള ഊർജ്ജസ്വലതയെ, അവൻ്റെ ആ താല്പര്യത്തെ യോഹന്നാനോട് പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരാളിൻ്റെ ആത്മസ്ഥിതി എപ്രകാരമായിരിക്കുന്നു എന്ന് വിലയിരുത്തുന്നത് ആ വ്യക്തിയുടെ ശാരീരിക ക്ഷമതയുടെ അടിസ്ഥാനത്തിലല്ല, ഒരാൾ ശാരീരികമായി എങ്ങനെ ഇരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ആത്മീയത നിശ്ചയിക്കുന്നു. ഒരാൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെങ്കിൽ അവൻ വിശുദ്ധനാണ്, രോഗിയായിട്ടിരിക്കുന്നുവെങ്കിൽ പാപം ചെയ്തുകൊണ്ടാണ് എന്നൊരിക്കലും നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. ഒരാളിൻ്റെ ആത്മീയ നിലവാരം അളക്കുന്നത് ശാരീരികമായ അസ്വസ്ഥത വെച്ചുകൊണ്ടല്ല. ചിലപ്പോൾ ദൈവം നമ്മെ ഒരുപാട് ശോധനയിൽ കൂടി കടത്തിവിടുന്നവരാണ്. നമ്മൾ പലരും, നമ്മുടെ കുടുംബത്തിൽ പലരും പലവിധമായ രോഗത്തിൽ കടന്നു പോകുന്നവരാണ്. അത് പലപ്പോഴും നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുകയില്ല. അതായിരിക്കും ദൈവത്തെ പ്രസാദം. അതിൽ കൂടി കടത്തി വിട്ട് ദൈവം നമ്മെ ശുദ്ധീകരിച്ച് എടുക്കുക എന്ന് മാത്രമാണ്. നല്ല തിളങ്ങുന്ന വ്യക്തിയായി, ശോഭിക്കുന്ന വ്യക്തിയായി തീർക്കുക എന്നുള്ളതായിരിക്കാം ദൈവത്തിൻ്റെ പ്രസാദം. എന്നാൽ ഇവിടെ യോഹന്നാൻ നടത്തുന്ന ഒരുപക്ഷെ പറയുന്ന ഈ വന്ദനം എന്ന് പറയുന്നത് നീ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ക്ഷമത്തോടെ ഇരിക്കട്ടെ എന്ന സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഓർപ്പിക്കുന്നു എന്നായിരിക്കാം ഇവിടുത്തെ പ്രത്യേകമായിരിക്കുന്ന വിഷയം. മൂന്നാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ വായിക്കുന്നത് സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. ഇവിടെ സഹോദരന്മാർ എന്ന് പറയുന്നത് ഈ സഞ്ചാര സുവിശേഷന്മാരാണ്. ആ കാലഘട്ടങ്ങളിൽ സുവിശേഷമായിട്ട് ഒരു ഗ്രാമത്തിൽ നിന്നും വേറെ ഗ്രാമത്തിൽ ചെല്ലും. അവിടെ നിന്ന് പട്ടണം തോറും പോയി സഞ്ചരിക്കുന്ന സുവിശേഷകന്മാർ ആ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇവിടെ യോഹന്നാൻ പറയുന്നു സഹോദരന്മാർ ഇങ്ങനെയുള്ള സുവിശേഷം അറിയിച്ച് നിന്നെ കണ്ടുമുട്ടിയ, നിന്റെ വീട്ടിൽ വന്ന് നിന്നോടുകൂടി പാർത്ത സഹോദരന്മാർ വന്ന് എന്നോട് പറഞ്ഞത്, അതോ നിന്റെ ഭവനം സന്ദർശിച്ച ശേഷം എന്നോട് പറഞ്ഞത് നല്ലൊരു അഭിപ്രായമാണ് നിന്നെപ്പറ്റി അവരെന്നോട് പറഞ്ഞത്. എന്താണ് നല്ലൊരു അഭിപ്രായം? നീ സത്യത്തിൽ നടക്കുന്നു, അഥവാ ഉപദേശ സത്യങ്ങളെ മുറുകെ പിടിക്കുന്നു, നല്ല തികഞ്ഞ ഭക്തിയോടെ നീ ഇരിക്കുന്നു എന്നുള്ള നല്ല വാർത്ത എനിക്ക് കേൾക്കാനായിട്ട് ഇടയായിട്ടു. ഇവർ പരസ്പരം വളരെ ദൂരത്തിലാണ്. രക്ഷയിലേക്ക് യൗവനായിരിക്കും അവനെ രക്ഷയിൽ കൊണ്ടുവന്നത്. എന്നാൽ ഇവരിപ്പോൾ വളരെ ദൂരത്തിലാണ്. അപ്പോൾ ഇവന് തുടങ്ങിയ ആത്മീയ ജീവിതം ആരംഭിച്ചപ്പോൾ ഉണ്ടായ ആത്മീയ ആ ആവേശവും ഊർജ്ജസ്വലതയും ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. അറിഞ്ഞ ഉപദേശസത്യങ്ങൾ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ യോഹന്നാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഗായോസ് സത്യം പൂർണ്ണ ഉപദേശം മനസ്സിലാക്കി ആ അറിഞ്ഞ ഉപദേശത്തിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രശംസനീയമായിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഗായോസ് ഇവിടെ കാണാൻ കഴിയുന്ന തികഞ്ഞ ഒരു ആത്മീയനായിട്ട് ജീവിക്കുന്നെന്നറിയുമ്പോൾ
യോഹന്നാൻ അഭിമാനിക്കുകയാണ്. ചുരുക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു പിതൃപുതൃ സ്നേഹം, ഒരു വാത്സല്യമായിട്ട് അതിൻ്റെ പ്രകടനമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു ആത്മാവിനെ നേടിയതിൻ്റെയും അവൻ ദൈവകൃപയെ നിലനിൽക്കുന്നതിൻ്റെയും അറിയുമ്പോൾ യോഹന്നാൻ അഭിമാനവും സന്തോഷവും നിറഞ്ഞവനായി തീരുകയാണ്. അതാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സഹോദരന്മാർ നിന്നെപ്പറ്റി നല്ല വാർത്ത എന്നോട് പറഞ്ഞു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. 5-ാം വാക്യത്തിൽ, പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കും. അടുത്ത നല്ലൊരു കാര്യം യോഹന്നാൻ എഴുതാനായിട്ടുള്ളത്, അറിയിക്കാനുള്ളത്, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും, അതായത് സുവിശേഷമായി കടന്നു പോകുന്ന, നിന്റെ വീട്ടിൽ കടന്നു വന്ന് വിശ്രമിക്കുന്ന സഹോദരന്മാർക്കും അതിഥികളായി കടന്നു വരുന്നവർക്കും സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്കും അവരോട് നീ എന്ത് കാണിക്കുന്നു? വിശ്വസ്തത കാണിക്കുന്നു എന്നിവിടെ പറയുകയാണ്. ഇവിടെ കാണാൻ നമുക്ക് മനസ്സിലാക്കുന്നത്, സുവിശേഷ വേലക്കാർക്ക് വേണ്ടി ഗായോസ് തൻ്റെ ഭവനം പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തു. ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ഗായോസിൻ്റെ ഭവനം എല്ലായ്പ്പോഴും എപ്പോഴും തുറന്നെടുക്കുകയാണ്. ഏത് സമയത്തും ആ വഴി പോകുന്ന ദൈവഭൃത്യന്മാർക്ക് കയറി വിശ്രമിക്കുവാനായിട്ട്, അവനോടൊപ്പം അതിഥേയം ഉൾക്കൊള്ളുവാനായിട്ട്, സ്വീകരിപ്പാനായിട്ട് ഒരു തുറന്ന ഒരു ഭവനമായിട്ട് ഗായോസിൻ്റെ ഭവനത്തെ ഇവിടെ കാണുവാൻ കഴിയുന്നു. നമ്മൾ ഈ ഭാഗങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ, പഴയ കാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് സുവിശേഷ വേലക്കാർ, സഞ്ചാര സുവിശേഷകന്മാർ ആ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അവർ ഒരു ഗ്രാമത്തിൽ നിന്നും വേറൊരു ഗ്രാമത്തിലോട്ട് ഇങ്ങനെ യാത്ര പോകുന്നവരാണ്. പോകുന്ന യാത്രയിൽ ദൈവജനത്തിൻ്റെ, ദൈവമക്കളുടെ ഭവനത്തിൽ ചെന്ന് വിശ്രമിച്ചിട്ടാണ് അവർ പോകാറുള്ളത്. അവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും എല്ലാവിധ ആതിഥേയ മര്യാദയും സത്കാരവും ചെയ്യുന്നതിൽ ആദിമസഭ വളരെയധികം തൽപരമായിരുന്നു. അങ്ങനെയുള്ളവരെ സ്വീകരിക്കുക എന്ന് പറയുന്നത്, അവരെ വന്ദനം ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം അഭിമാനമാണ്, സന്തോഷമാണ്. അവർക്കതൊരു അനുഗ്രഹമായിട്ടാണ് അവരത് കാണുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഒരു പ്രാക്ടീസാണ് എന്ത്? അതിഥി സൽക്കാരം എന്ന് പറയും. എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ്, സഹോദരപ്രതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കും. ഇത് വലിയൊരു ദൈവമൊക്കെ നൽകിയിരിക്കുന്ന വലിയൊരു പ്രോത്സാഹനജനമായിരിക്കുന്ന ഒരു ഉപദേശമാണ്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, സഹോദരന്മാർ ഉള്ളായിരിക്കുന്ന സ്നേഹവും അവരുള്ളായിരിക്കുന്ന വാത്സല്യവും ആ കരുതലും നിലനിൽക്കട്ടെ, നിലനിർത്തിക്കൊണ്ട് പോകട്ടെ. അതിഥികൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യണം എന്ന് സഭയ്ക്ക് നൽകുന്നറിയിക്കുന്ന ഒരു സന്ദേശമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ കടന്നു ചെല്ലുമ്പോൾ 18-ാം അധ്യായത്തിൽ അബ്രഹാമിന് 3 വിസിറ്റേഴ്സ് വന്നപ്പോൾ 3 ദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിച്ചു. മമ്രയുടെ തോപ്പിൽ വെച്ച് 3 പേര് സന്ദർശിച്ചു. അപ്പോൾ അബ്രഹാം ചെന്ന് എന്താണ് ചെയ്തത്? അബ്രഹാം ചെന്നിട്ട് കാളക്കുട്ടിയെ കൊന്ന് പാകം ചെയ്ത് കൊടുത്ത് അതിനെ സൽക്കരിച്ചായിട്ട് വായിക്കുന്നുണ്ട്. 3 പേരെ വന്നുള്ളൂ. തടിപ്പിച്ച കാളക്കുട്ടിയാണ് കൊന്ന് അവർക്ക് കൊടുത്ത്. അവർക്ക് അത്രയും ആവശ്യമില്ല. പക്ഷെ അബ്രഹാമിൻ്റെ വീട്ടിൽ ധാരാളം ദാസ്യാസന്മാരുണ്ട്, വേലക്കാരുണ്ട്, അഭ്യാസികളുണ്ട്, ഇവരെല്ലാം ഉണ്ട്. അവർക്ക് എല്ലാവർക്കുമായിട്ട് വിഭവമായിരിക്കുന്ന ഭക്ഷണം കൊടുത്ത് ഒരു പ്രത്യേകത. ബൈബിൾ ഉടനീളം നാം പഠിച്ചു വരുമ്പോൾ അതിഥികളെ സൽക്കരിക്കുന്ന, നല്ല ഭംഗിയായിട്ട് സ്വീകരിക്കുന്ന ഒരു ചരിത്രമാണ് ബൈബിളിൽ. അതുതന്നെയാണ് പുതിയ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതിഥി സൽക്കാരം മറക്കരുത് എന്ന് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായി നാം ജീവിക്കുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ അറിയപ്പെടാത്ത സമയങ്ങളിലൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ദേവദാസന്മാരും അതിഥികളൊക്കെ കടന്നു വരും. ഈ കാലത്ത് അങ്ങനെ അധികം വരാറില്ല. അഥവാ വന്നാലും നേരത്തെ വിളിച്ച് ചോദിച്ച് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമായിരിക്കും അവർ വരുന്നത്. മുൻകാലങ്ങൾ അങ്ങനെയല്ല. പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ആയിരിക്കും പെട്ടെന്ന് അതിഥികൾ വരുന്നത്. അബ്രഹാമിൻ്റെ കാലത്തൊക്കെ അവർക്ക് ഇഷ്ടംപോലെ അടുപ്പിച്ച മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വലിയ സൽക്കാരങ്ങളായിരുന്നു. ഒരു കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ അതിഥികൾ വരുമ്പോൾ നാം പെട്ടെന്ന് ചെയ്യുന്ന എന്താണ്? നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കോഴി ഉണ്ടാകും. പെട്ടെന്ന് ഒന്നിനെ കൊന്നു കറി വെച്ചു അവരെ സൽക്കരിച്ചു വിടുകയാണ്.
അന്ന് അതിനെ വെട്ടി നുറുക്കി പീസുകളാക്കിയാണ് നല്ല ഭംഗിയായിരുന്നു. അന്നത്തെ നാടൻ കറികളൊക്കെ വളരെ ടേസ്റ്റുള്ള ആഹാരങ്ങളായിരുന്നു. എന്നാൽ ഈ കാലത്ത് കാറ്ററിംഗ് സർവീസുകാർ ആരംഭിച്ചു. അവർ ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് കോഴിക്ക് കാലുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത്. അന്നൊക്കെ കോഴിയെ നുറുക്കി കാലുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മൾ പാർട്ടിക്ക് പോയാൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കോഴിക്ക് എന്നുണ്ടെന്നുള്ളത് കാലുണ്ടെന്ന്. കാരണം ഒരു ഫുൾ കാലൊക്കെയാണ് ഇരുന്നത്. എന്നാൽ ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അതിഥി സൽക്കാരം എന്ന് പറയുന്നത് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയായിരിക്കും. ദൈവമക്കളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അബ്രഹാം, പൂർവ്വതായിരിക്കുന്ന അബ്രഹാം, വിശ്വാസ പിതാവായിരിക്കുന്ന അബ്രഹാം വലിയ മാതൃകയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. സ്വീകരിക്കുന്നതിൽ വലിയ സന്തുഷ്ടനായിരുന്നു. പുതിയ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഏത് സമയത്തും ഇപ്പം ആരങ്ങനെ വരാറില്ല, അത് വന്നാൽ തന്നെ അവരെ സ്വീകരിക്കുക, സൽക്കരിക്കുക. നമ്മുടെ കഴിവിൻ്റെ പ്രാപ്തിക്കനുസരിച്ച് അവരോടൊപ്പം നമ്മോടൊപ്പം അവർ അത് സന്തോഷം പങ്കിടുവാനായിട്ടുള്ള ഒരു ഹൃദയവിശാലത നമുക്ക് ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്. ഇവിടെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അതിൻ്റെ 40-ാം വാക്യത്തിൽ അഭിപ്രായം വായിക്കുന്നുണ്ട്. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അതേത് വ്യക്തിയായിരുന്നാലും, ഏത് വ്യക്തിക്കായാലും, ദൈവനാമത്തിൽ നമ്മുടെ ഭവനങ്ങൾ വരുന്ന വ്യക്തിക്ക് നമ്മുടെ കഴിവനുസരിച്ച് പ്രാപ്തിക്കനുസരിച്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് ആർക്കാ ചെയ്യുന്നത്? ആ വ്യക്തിക്കല്ല നാം ചെയ്യുന്നത്, മറിച്ച് ആർക്കാ ചെയ്യുന്നത്? നാം കർത്താവിനോടുള്ള ബഹുമാനം കർത്താവിനാണ് ചെയ്യുന്നത്. എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ പോലും അത് ആ വ്യക്തിക്കെല്ലാം കൊടുക്കുന്നത്, മറിച്ച് ഞാൻ കർത്താവിന് കൊടുക്കുന്നു വരയ്ക്കുന്ന ചിന്തയിൽ കൊടുക്കുക. എന്നാൽ ആ വ്യക്തി കൊടുത്തു കഴിയുമ്പോൾ നാമും ആ വ്യക്തിയെ മാത്രം അറിഞ്ഞാൽ മാത്രം മതി. വേറെ ആരോടും നമുക്ക് പറയേണ്ട ആവശ്യം അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ കൊടുത്തു, സഹായിച്ചു എന്ന് ഒരിക്കലും ആരോടും പറയാൻ പാടില്ല. അത് പറയുന്നുവെങ്കിൽ അത് നല്ലൊരു രീതിയല്ല. അത് രഹസ്യമായി കൊടുക്കുക. ആ രഹസ്യത്തിൽ കൊടുക്കുന്നതിന് മാത്രമേ എന്ത് നമുക്ക് കിട്ടുന്നുള്ളൂ? പ്രതിഫലം നമുക്ക് കിട്ടുന്നു. എൻ്റെ പിതാവ് ജീവനോടുള്ളപ്പോൾ സമയം പണ്ട് കാലം മുതലേ ഒരു ദൈവദാസൻ എല്ലാ മാസവും വീട്ടിൽ വരുമായിരുന്നു. ഇപ്പോഴും അദ്ദേഹം വരാറുണ്ട്. അപ്പച്ചൻ മരിച്ചുപോയി. അവർ തമ്മിലായിരുന്നു വലിയ കൂട്ട്, വലിയ അടുപ്പായിരുന്നു. പക്ഷേ മരിച്ചു പോയെങ്കിൽ തന്നെയും അത് വരുമ്പോഴൊക്കെ അമ്മച്ചെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ആ പഴയ സ്നേഹത്തിൽ ഞങ്ങളെ കൊണ്ട് വലിയ അടുപ്പോ സഹകരണവും ഇല്ലെങ്കിൽ തന്നെയും പണ്ടത്തെ ഓർമ്മ വെച്ച് അദ്ദേഹം പലപ്പോഴൊക്കെ വീട്ടിൽ വരാറുണ്ട്. വളരെ ഹൃദ്യമായി സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ പ്രിയദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ യോഹന്നാൻ ഗായോസിനെ അഭിനന്ദിക്കുക ചെയ്യുന്നത്. നിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളെ കണ്ട് യോഹന്നാൻ അവനെ അഭിനന്ദിക്കുക. കാരണം അവന് അതിഥികളോടായിരിക്കുന്ന ആ ഒരു സ്നേഹവും അവരെ സ്വീകരിക്കുന്നതായിരിക്കുന്ന മനോഭാവവും കണ്ട് യോഹന്നാൻ വളരെയധികം സന്തോഷിക്കുക. അത് കേട്ടുള്ള അറിവാണ്. പണ്ട് ആരംഭിച്ചായിരിക്കുന്ന അവൻ്റെ സ്വഭാവ പ്രത്യേകതകൾ ഇപ്പോഴും തുടരുന്നു എന്നറിയുമ്പോൾ യോഹന്നാൻ തികച്ചും സന്തോഷിക്കുക. 6-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാവണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. അതായത് അവർ സഹോദരന്മാർ വന്ന് സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് എന്ത് പറയുന്നു? സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ കാണിക്കുന്ന സ്നേഹം, അവരോട് കാണിക്കുന്ന ആ കരുതലിനെ ഓർത്ത് സഭയിൽ വന്നവരെന്ന് പറയുന്നു നിന്റെ സാക്ഷിയുടെ പറയുന്നു എന്ന് പറയാണ്. അഥവാ ഇപ്പോൾ യോഹന്നാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ ഗായോസിന് നല്ല സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ടൊന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. നീണ്ട പരിശ്രമം കൊണ്ട് കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു സാക്ഷ്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതിന് തീവ്രമായ അധ്വാനം ആവശ്യമാണ്, ഒരുപാട് ത്യാഗങ്ങൾ ആവശ്യമാണ്, ഒരുപാട് സാക്രിഫൈസ് ആവശ്യമാണ്. നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഒരുപാട് അത് ട്രിം ചെയ്തെടുക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഷാർപ്പ്നെസ് ഉണ്ട്, കൂർത്തുമൂർത്ത അനുഭവങ്ങളുണ്ട്, സ്വഭാവ രീതികളുണ്ട്, പ്രവണതകളുണ്ട്.
സംസാര രീതികളുണ്ട്, ഇടപാടുകളുണ്ട്. അതെല്ലാം കട്ട് ചെയ്ത് സ്മൂത്താക്കി എടുക്കേണ്ട ആവശ്യമാണ്, ഒരു സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ ത്യാഗം ചെയ്ത് നേടിയെടുത്ത സാക്ഷ്യമാണ് ഈ ഗായസിനുള്ളത്. അത് കാണുമ്പോൾ യോഹന്നാൻ സന്തോഷിക്കുകയാണ്. അവൻ്റെ സാക്ഷ്യം വളരെ വിലയേറിയായിരിക്കുന്ന സാക്ഷ്യമാണ്. അവൻ്റെ സ്നേഹം, അവൻ്റെ വിശ്വാസ ജീവിതം, അവൻ്റെ ആദ്യത്തെ മര്യാദ, ഈ മൂല്യങ്ങളെല്ലാം തന്നെ യോഹന്നാൻ്റെ സഭയിൽ ഒരു സാക്ഷ്യമായി എത്തുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഗായോസ് ഇപ്പോൾ യോഹന്നാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ പ്രസിദ്ധനായി തീരുവാൻ ഇടയായിത്തീർന്നു. ഇപ്പോൾ എല്ലാ നിലയിലും എല്ലാവരാലും സ്വീകാര്യനായി തീരുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ കാണുവാൻ കഴിയുന്നതാണ്, അവൻ്റെ വീട് ദൈവമക്കൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു, ദൈവദാസന്മാർക്ക് വേണ്ടി തുറന്നു കൊടുത്തു, അവൻ്റെ ഹൃദയവും അവൻ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അപ്പോൾ വലിയ ഒരു പ്രതിഫലം വാങ്ങിക്കുവാനായിട്ട് യോഗ്യനായിട്ട് ഇപ്പോൾ ഗായോസ് നിൽക്കുകയാണ്. വലിയ പ്രതിഫലങ്ങളാണ് ദൈവം വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 41-42 വാക്യങ്ങൾ നാം വായിക്കുന്ന ഇപ്രകാരമാണ്: പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാനെന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട്. ഇപ്പം ഏറ്റവും കുറഞ്ഞത് കർത്താവ് പറയുകയാണ്, ഒരു ക്രിസ്തു ശിഷ്യന് കുറഞ്ഞ പക്ഷം ഒരു ഗ്ലാസ് തണ്ണീർ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സന്തോഷത്തോടു കൂടി കൊടുക്കുന്നുവെങ്കിൽ അതിന് വരെയും എന്ത് കിട്ടുന്നു? പ്രതിഫലം. ഇപ്പോൾ ദൈവജനമേ, നാം കൊടുക്കുമ്പോൾ തുറന്ന മനസ്സോടുകൂടി, നല്ല ഹൃദയത്തോടുകൂടി, സന്തോഷത്തോടുകൂടി കൊടുക്കും. പൗലോസ് പഠിപ്പിച്ച അതുകൊണ്ടാണ് ഞരങ്ങിക്കൊണ്ട് കൊടുക്കാനായിട്ട് ഒരിക്കലും ഇടവരരുത്. പൂർണ്ണ സന്തോഷത്തോടുകൂടി. അത് എമൗണ്ടിൻ്റെ വലിപ്പമല്ല, കൊടുക്കുന്ന വസ്തുക്കളുടെ വലിപ്പമല്ല, അതൊന്നുമല്ല വിഷയം. നമ്മൾ കൊടുക്കുന്ന ഹൃദയത്തിൻ്റെ വിശാലത, അവിടെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ പോകുന്നത്. അപ്പോൾ നാം കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും എന്തുണ്ടായിരിക്കും? പ്രതിഫലം ഉണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമായിരിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ, ഈ കർത്തൃദാസന്മാർ അവരെ ഇരട്ടി മാനത്തിന് യോഗ്യർ എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി യോഹന്നാൻ ഗായോസിനെ ഓർപ്പിക്കുകയാണ്: നീ അവരെ ദൈവത്തിന് യോഗ്യമാവണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. അങ്ങനെ ആയിരിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേവലം അവരെ വീട്ടിൽ സ്വീകരിക്കുകയും അവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും എല്ലാം കൊടുക്കുന്ന മാത്രം പോരാ, കൊടുക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ യോഹന്നാൻ അവനെ ഓർപ്പിക്കുകയാണ്, ഒരു പിതൃപുത്ര വാത്സല്യം ഉള്ളതുകൊണ്ട് ഒരു മകൻ എന്നുള്ള നിലയിൽ ആ ഭാഷയിൽ യോഹന്നാൻ ഗായസിനോട് പറയുകയാണ്, നീ എന്തുകൂടെ ചെയ്യണം? ഇത്രയും ചെയ്താൽ മാത്രം പോരാ, അവരെ യോഗ്യമാവണ്ണ യാത്ര അയച്ചാൽ നന്നായിരിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? സാധാരണഗതിയിൽ റോമൻ സാമ്രാജ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ച് വരുന്നവരെ പാർപ്പിച്ച് താമസമെല്ലാം കൊടുത്ത് ഭക്ഷണം കൊടുത്ത ശേഷം അവർ അടുത്ത ദിവസം അവിടെ പുറപ്പെടുമ്പോൾ ഈ ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിൽ എത്തും വരെ കഴിക്കാനുള്ള ഭക്ഷണം കൂടി അവർക്ക് കൊടുത്തു വിടുന്ന രീതി ഉണ്ടായിരുന്നു. കാരണം വഴിയിൽ അവർ വിശക്കുവാനായിട്ട് പാടില്ല, അങ്ങനെ കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത് അവരുടെ പ്രാക്ടീസാണ്. ഇവിടെ യോഹന്നാൻ പറയുന്നത് അത് മാത്രമല്ല, അവർ പോകുമ്പോൾ യോഗ്യവണ്ണം നല്ലൊരു യാത്രയപ്പും കൂടി അവർക്ക് കൊടുക്കണം. യാത്രയച്ച നന്നായിരിക്കും എന്ന് പറയണം. അതായത് കേവലം അവരെ യാത്രയ്ക്ക് മാത്രമല്ല, ബൈ സീ യു എന്ന് പറഞ്ഞു വിടുകയല്ല. എന്താണ്? മാന്യമായ യോഗ്യമായ ഒരു സാമ്പത്തിക കൂട്ടായ്മ കൂടെ കൊടുത്ത് വിടണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ കഴിവനുസരിച്ച്, പ്രാപ്തിക്കനുസരിച്ച്. കാരണം അവരൊരു ധനവാനായിരിക്കും, യൗവനക്കാരനാണ്, ആവശ്യത്തിന് സമ്പദ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് നിൻ്റെ വീട്ടിൽ വരുന്നവർക്ക് എല്ലാ വിധത്തിലും
യോഗ്യമായ ഒരു യാത്രയപ്പ് കൂടി കൊടുത്ത് വിടണം എന്നവനെ ഓർപ്പിക്കുക. അത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരു പിതാവ് എന്നുള്ള നിലയിൽ അവനോട് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കുകളാണ്. അതിനെ കേൾക്കുമ്പോൾ യാവേസ് ഒട്ടും വിഷമുണ്ടാകത്തില്ല. കാരണം ഒരു പിതാവ് എന്നോട് പറയുന്നത് മാത്രമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അവരെ നീ വെറും കൈയായി അയക്കരുത് എന്ന് പറയുകയാണ്. 2 യോഹന്നാനിൽ നാം കണ്ടത് എന്താണ്? കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. ദുരുപദേശക്കാരെ നിങ്ങൾ വീട്ടിൽ കയറ്റരുത്, അവരോട് കുശലം പോലും പറയരുത്. കഴിഞ്ഞ അധ്യായത്തിൽ ചിന്തിച്ചു, ദുരുപദേശക്കാരെ വീട്ടിൽ വന്നാൽ അവരെ കയറ്റാനും പാടില്ല, അവരുടെ കുശലം പറയാനും പാടില്ല, അന്നേരം തന്നെ അവരെ അവിടുന്ന് വിട്ടേക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ ദാസന്മാർ വേലക്കാർ വരുമ്പോൾ നീ അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും അത് മാത്രമല്ല സഹായിക്കുകയും കൂടി വേണം. യോഹന്നാൻ തന്നെ രണ്ടും പറയുന്നു. അപ്പോൾ ആരാണ് വരുന്നതെന്നുള്ളത് എന്ത് ചെയ്യണം? ആരാണ് നിൻ്റെ വീട്ടിൽ വരുന്നതെന്നുള്ളത് തിരിച്ചറിയണം. ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നത് വിലയിരുത്തി തിരിച്ചറിയുക. ആരാണ് ബഹുമാനത്തിന് യോഗ്യർ, ആരാണ് ഈ കരുതലിന് യോഗ്യർ, ആരാണ് ദൈവദാസന്മാർ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ആവശ്യമാണ്. ഇവിടെ തീത്തോസിൻ്റെ ലേഖനത്തിൽ കടന്നു വരുമ്പോൾ 3:13 വായിക്കുന്നുണ്ട്, ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പല്ലോസിനും ഒരു മുട്ടും വരാതെ വണ്ണം ഉത്സാഹിച്ച് യാത്രയാക്കുക. 2 പേരെ പറയാണ്. ഇവർക്ക് 2 പേർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത, ഒരു മുട്ടും ഉണ്ടാകാത്ത നിലയിൽ അവരെ എങ്ങനെ ചെയ്യണം? അവരെ ഉത്സാഹിച്ച് യാത്രയാക്കുക. അവർ കഷ്ടപ്പെടുവാൻ ഇടയായിത്തീരാതെ അവർ വേലക്കാരാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. അവരെ യാത്രയക്കുമ്പോൾ അവർക്ക് വഴിയാത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത നിലയിൽ അവരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ യാത്രയക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദാസന്മാരുണ്ട്, വേലക്കാരെന്ന് പറഞ്ഞു വരുന്നവരും. അപ്പോൾ ഇവരെ നാം തിരിച്ചറിയണം. നല്ല നാണയമുണ്ട്, അപ്പോൾ തന്നെ കള്ളനാണയങ്ങളും ഉണ്ടെന്നുള്ള വസ്തുതയാണ്. അപ്പോൾ ഏതാണ് ശരി എന്നുള്ളത് നാം വിവേചിച്ച് അറിയേണ്ടത് ആവശ്യമാണ്. അവരെ നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമാണ്. അർഹതപ്പെട്ട ദൈവദാസന്മാർക്ക് സഹായങ്ങൾ കൊടുക്കുവാനായിട്ട് സഭ എപ്പോഴും കടപ്പെട്ടവരാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു അനുഗ്രഹം. അവർ വളരെ കഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് നമ്മെപ്പോലെ ജോലി ഒക്കെ ചെയ്ത് ജീവിക്കാമായിരുന്നു. എന്നാൽ അത് വേണ്ടാന്ന് വെച്ച് കർത്താവിന് വേണ്ടി അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പൂർണ്ണസമയം കർത്താവിൻ്റെ വേലക്കാരായി, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരായി, ചുമക്കുന്നവരായിട്ടാണ് നമുക്കവരെ കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ദൈവദാസന്മാർ നമ്മുടെ ഭവനങ്ങൾ വരുന്നത് തികച്ചും അനുഗ്രഹമാണ്. റോമാലേഖനം 10:15 വായിക്കുന്നുണ്ട്, നന്മ സുശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. അത് യെശയ്യാപ്രവചനം 52 നിന്ന് പൗലോസ് ഉദ്ധരിക്കുകയാണ്. നന്മ സുശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. അത് നന്മ സുശേഷിക്കുന്നവരായിരിക്കണം. അവരുടെ സാന്നിധ്യവും അവരുടെ പ്രാർത്ഥനയും നമുക്ക് എല്ലാ കാലവും വിലപ്പെട്ടതാണ്. അവരൊരിക്കലും പുച്ഛിക്കാൻ പാടില്ല. അവരെ സ്നേഹിക്കണം, അവരെ സൽക്കരിക്കണം, അവരെ ബഹുമാനിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 7-8 വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത് യോഹന്നാൻ ഉറപ്പിക്കുകയാണ്, തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോടൊന്നും വാങ്ങാതെ പുറപ്പെട്ടത്. തിരുനാമം നിമിത്തം അഥവാ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം അവരാരുടേതൊന്നും വാങ്ങിക്കുന്നില്ല, ജാതികളുടെ കയ്യിൽ നിന്നും വാങ്ങാതെ പുറപ്പെട്ടു. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടത് ആകും. ഇവർ കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെട്ടു. ദൈവത്തിലായിരിക്കുന്ന സ്നേഹത്തിൻ്റെ പേരിൽ അവരിറങ്ങി പുറപ്പെട്ടു. 3 കാരണങ്ങളാൽ സത്യസന്ധരായ ദൈവദാസന്മാരെ സൽക്കരിക്കണം, അഥവാ അവരെ സഹായിക്കണമെന്ന് ഈ ഭാഗങ്ങളിൽ കാണുന്നു, ഈ വാക്യത്തിൽ കാണും. 3 കാരണങ്ങളാൽ അങ്ങനെയുള്ളവരെ സൽക്കരിക്കണം. 1, അവർ തിരുനാമം നിമിത്തം പുറപ്പെട്ടു. ദൈവത്തിൻ്റെ നാമത്തിലാണ് അവർ പുറപ്പെട്ടത്. ദൈവത്തെ സ്നേഹിച്ച്, ദൈവഭക്തിയെ മുറുകെ പിടിച്ച്, ലോകപ്രകാരമുള്ളായിരിക്കുന്ന സകലം ഉപേക്ഷിച്ച്
കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്, തിരുനാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവരെ ഇറങ്ങിത്തിരിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 5:41 വായിക്കുന്നു, തിരുനാമത്തിനായി അപമാനം സഹിപ്പാൻ ഇറങ്ങിയവർ. ദൈവദാസന്മാർക്ക് എല്ലാ കാലത്തും അപമാനവും നിന്ദയും പരിഹാസവുമാണ് ഉണ്ടായിട്ടുള്ളത്. പുച്ഛയോടെയാണ് ചില ആൾക്കാരവിടെ കാണുന്നത്. എത്രയോ ഉപദ്രവങ്ങൾ അവർ സഹിക്കുന്നു, എത്രയോ പീഡനങ്ങൾ അവർ സഹിക്കുന്നു. ഞാനൊരിക്കൽ കണ്ണൂരിനടുത്ത് 1987 ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാസം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. മേലച്ചുവ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും വണ്ടിക്ക് ട്രാക്റ്റും ഒക്കെ പോവും, സുവിശേഷം പറയാൻ സഹോദരന്മാരുണ്ട്, അവിടെ പോവും. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മുസ്ലിങ്ങളുടെ ഏരിയയാണ്, അവിടെ ചെന്നപ്പോൾ അവരെ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങളിൽ ചിലരെയൊക്കെ ഉപദ്രവിക്കുണ്ടായി. എനിക്ക് കോളറിനെ പിടിച്ച് ബലമായി പിടിച്ച് മുറുക്കി, പക്ഷേ അടിയൊന്നും കിട്ടിയില്ല. വേറെ സഹോദരന്മാർക്കൊക്കെ അടിയൊക്കെ കിട്ടിയുണ്ടായി. അപ്പോൾ സുവിശേഷ വേലക്കാർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അവർ കർത്താവിന് വേണ്ടി നിന്ന് സഹിക്കുന്നവരാണ്, അപമാനം സഹിക്കുന്നവരാണ്. അങ്ങനെ ഉള്ളവർ തിരുനാമം നിമിത്തമല്ലോ അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ഗായസ് ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവർ പ്രസംഗിക്കുമ്പോൾ ആത്മാക്കളെ രക്ഷിക്കപ്പെടും. അവരുടെ പ്രവർത്തനഫലമായിട്ട് അനേക പ്രിയപ്പെട്ട രക്ഷയിലേക്ക് കടന്നുപിടാത്തിരുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:15 വായിക്കുന്ന പ്രകാരമാണ് ദൈവത്തിൻ്റെ കൃപ പലരിലും പെരുകുന്നു എന്ന് വായിക്കുന്നു. അഥവാ ദൈവവൃത്യന്മാർ സുവിശേഷം അറിയിച്ച് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്ത് ചെയ്യുന്നു? അവരുടെ മേൽ പെരുകി വരികയാണ്. ഓരോ വ്യക്തിയും കർത്താവിൻ്റെ മകനായി തീരുമ്പോൾ, മകളായി തീരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ പെരുകി വരികയാണ് ചെയ്യും. ഇവരുടെ ശുശ്രൂഷ ഫലമായിട്ട് അഥവാ ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്ന, പ്രസംഗിക്കുന്ന അവരുടെ പ്രവർത്തന ഫലമായിട്ട് ആത്മാക്കൾ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പെരുകി വരുവാനായിത്തീരുകയാണ്. അവരെ ദൈവം ഉപയോഗിക്കുവാനായിത്തീരുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത അവർ തിരുനാമം നിമിത്തം പുറപ്പെട്ടു. അതുകൊണ്ട് അവരെ ബഹുമാനിപ്പാനായിട്ട് നീ കടപ്പെട്ടിരിക്കുക. രണ്ടാമത്, അവർ ജാതികളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ ജാതികളിൽ നിന്ന് ഒരു ഗിഫ്റ്റും പ്രതീക്ഷിക്കുന്നില്ല. അവർ എന്ത് ചെയ്യുന്നു? അവർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരോട് ചോദിക്കുകയാണ്? ദൈവത്തോട് അവർ പറയുക. ഓരോ ദൈവദാസനും ഓരോ ദൈവഭൃത്യനും അവരുടെ ആവശ്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ സ്വത്വത്തോടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണം. അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യുവാനായിട്ട് അവകാശമുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ അഥവാ ഞങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഞങ്ങൾക്ക് അവകാശമില്ല. തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഒരു ദൈവദാസൻ അവരുടെ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറയുവാനായിട്ട് പാടില്ല. ഞങ്ങൾ ഭാവിക്കുള്ളതൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഞാൻ പഠിപ്പിച്ച സമയത്തിൽ പ്രത്യേകിച്ച് പഠിപ്പിച്ച ഒരു വിഷയമാണ്. ഒരിക്കൽ പോലും നിന്റെ ബുദ്ധിമുട്ട് ആരോടും നീ തുറന്നു പറയാൻ പാടില്ല. എനിക്കിന്നെ ആവശ്യമുണ്ട്, എനിക്കിന്നെ ആഗ്രഹമുണ്ട് എന്നൊരിക്കലും പറയാൻ പാടില്ല. ആരെങ്കിലും തരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അവനോട് ഇടപെട്ട് ദൈവം നിനക്ക് നൽകിയതാണ് എന്നറിഞ്ഞ് സന്തോഷത്തോടെ വാങ്ങിക്കുക. ചോദിച്ച് വാങ്ങിക്കുന്നുവെങ്കിൽ അത് നിൻ്റെ പദ്ധതിയാണ്. ആരും തരുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരിക്കൽ പോലും ആരോടും നിങ്ങളുടെ ആവശ്യങ്ങൾ പറയരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്ത്. ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉള്ളവരാണ്. പക്ഷേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കണം. മറ്റുള്ളവരെ പോലെ ആഗ്രഹങ്ങളെല്ലാം ദൈവദാസന്മാർക്കും ഉണ്ട്. മറ്റുള്ളവരെ പോലെ വീട്, വാഹനങ്ങൾ, സൗകര്യങ്ങൾ, വീട്ടിലെ സൗകര്യങ്ങൾ എല്ലാവരും അവർക്ക് ആഗ്രഹമുണ്ട്. ഓരോരുത്തർക്കും കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ആഗ്രഹങ്ങൾ ആരോടും പോയി ചോദിക്കാനായിട്ട് പാടില്ല. ഈ ആഗ്രഹങ്ങൾ ദൈവസേനയിൽ വെച്ച് പ്രാർത്ഥിക്കണം എന്നാണ് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാബി കോളേജിൽ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് പഠനമെല്ലാം കഴിഞ്ഞ ശേഷം അവനിപ്പോൾ ദുബായ് ജോലിയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഒരുപാട് വർഷത്തിന് ശേഷമാണ് വിളിക്കണം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ട്, സാറിന് എന്താ വേണമെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, എല്ലാം ഉണ്ട്, എല്ലാം ഇവിടെ കിട്ടും. അതല്ല, ഞാൻ വരുന്നുണ്ട്, സാറിന് എന്താ കൊണ്ടുതരണ്ടേ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും ആവശ്യമില്ല. ആവശ്യമില്ലാത്തായിട്ടല്ല, ഒത്തിരി ആവശ്യങ്ങളുണ്ട്, പക്ഷെങ്കിൽ പറയാനായിട്ട് പറ്റുകയില്ല. അവൻ പറയാണ്, സാറെന്നെ പഠിപ്പിച്ച്, സാറിൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ, സാറിന് എന്ത് ആവശ്യം പറഞ്ഞോ ഞാൻ കൊണ്ടുതരാം. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ആവശ്യമില്ല. അവനങ്ങ് നിർബന്ധിക്കുക, കുറച്ച് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുക, പറയണം എന്ന് പറഞ്ഞിരിക്കുക. ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല, ഒരു കാര്യം ആവശ്യപ്പെട്ടില്ല. അവൻ എന്നെ വിടുന്നില്ല. സാറിന് എന്തെങ്കിലും ചെറിയതായാലും പറയണം. നിർബന്ധിച്ച് അവസാനം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. നീ വരുമ്പോൾ ചെറിയൊരു പാക്കറ്റും കൂടി തന്നാൽ മതി. വലിയ ഇഷ്ടപ്പെട്ട ഒരു സാധനം. അപ്പോൾ അവൻ വന്നപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാരായിരിക്കും ഞങ്ങൾ. മറ്റുള്ളവരുടെ ആവശ്യം ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് പൗലോസൊക്കെ പഠിപ്പിച്ച പോലെ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തോണം പൂർണ്ണമായി തീർത്ത്. ഇന്നിവിടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ബാങ്കിൽ ലോൺ ഒഴിച്ച് ആരോടും കടപ്പെട്ടിരിക്കുന്നത്, ആർക്കും 5 പൈസ കൊടുക്കാനില്ല. ഒരു കടയിൽ നിന്നും ഞാൻ കടം വാങ്ങിക്കാറില്ല, ആരോടും പൈസ കടം വാങ്ങിക്കാറില്ല. വീട് പണിയാവുന്ന നേരത്ത് ലോൺ എടുത്തു, അത് മാത്രമല്ലാതെ ആരോടും കടപ്പെട്ടിട്ടില്ല. ദീർഘമായ 34 വർഷങ്ങൾ കർത്താവിൻ്റെ പേരിൽ ആയിരിക്കുകയാണ്. ഞാൻ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ 1991 ശുശ്രൂഷ ആരംഭിക്കുന്നത്. അന്ന് എനിക്ക് ബൈബിൾ കോളേജിൻ്റെ സാലറി എന്ന് പറയുമ്പോൾ 1200 രൂപയാണ്. ആ 1200 കൊണ്ടാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. അതിനുശേഷം കുഞ്ഞുങ്ങൾ 2 പേരും ജനിച്ചു. പിന്നെ 200 രൂപയുടെ കൂട്ടി കിട്ടി. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അപ്പോഴും ഒന്നിനും കുറവില്ലാതെ എല്ലാ സമൃദ്ധിയായി ദൈവം നടത്തി. അറിയപ്പെടാത്ത വഴികളിൽ കൂടി ദൈവം നടത്തി. ആരോടും ആഗ്രഹങ്ങൾ പങ്കുവച്ചിട്ടില്ല. ദൈവം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ദൈവം ഞങ്ങൾ നടത്തി. ഒരു നന്മയും അവൻ മുടക്കിയിട്ടില്ല. ദൈവം എത്രയോ വിശ്വസ്തനായിരുന്നു, എത്രയോ അനുഗ്രഹപ്പെട്ട ദൈവമായിരുന്നു. ഒരു വർഷം ഞാൻ ജോലിയില്ലാതെ ഇവിടെ നിൽക്കുമ്പോൾ മലപ്പുറത്തുനിന്ന് ജോലി രാജിവെച്ചിട്ട് വന്നു. AC തുടങ്ങുന്ന പ്രതീക്ഷയിൽ കടന്നു വന്നു. ഒരു വർഷം ഹെൽഡപ്പായി പോയി. ആ ഒരു വർഷവും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഒരുപാട് ഭാരങ്ങൾ അനുഭവിച്ചു. അപ്പോഴും ആരോടും പറഞ്ഞില്ല. എന്നാൽ ഇവിടെയുള്ള സഭയിലെ വിശ്വാസികളെല്ലാവരും അകമഴിഞ്ഞു, എല്ലാ കുടുംബങ്ങളും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം എൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഇവിടെയുള്ള സഭ എന്നെ സഹായിച്ചു. എന്നെ എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അതൊരിക്കലും മറക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ തന്നെ നിരാശനല്ല, ശുശ്രൂഷ ചെയ്യുവാനിടയായി തീർന്നു. ദൈവം എത്രയോ അത്ഭുതമായി നടത്തുവാനിടയായി തീർന്നു. ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തന്നു. അത് പറയാൻ പോയി എനിക്ക് തീർക്കാൻ പറ്റത്തില്ല. ദൈവം എത്രയോ വിശ്വസ്തനാണ്. ദൈവം നല്ലവനായ ദൈവമാണ്. അവൻ ഒരിക്കലും നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും അവന് മുടക്കത്തില്ല എന്ന് പറയുന്ന പോലെ ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, സേവിക്കുന്നുവെങ്കിൽ അവൻ ഒരു നന്മയും മുടക്കത്തില്ല. അവൻ അത്ഭുതമായി നടത്തും. അപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത് അഭക്തന്മാരിൽ നിന്ന്, അഥവാ രക്ഷിക്കപ്പെടാത്തവരിൽ നിന്ന് ഒരു സഹായവും ആര് വാങ്ങിക്കുന്നില്ല? സുവിശേഷകന്മാർ വാങ്ങിക്കും. അത് നമുക്കിത് ആവശ്യമില്ല. നമുക്ക് ദൈവമക്കളുടെ സഹായം മാത്രം മതി. ദൈവത്തെ സ്നേഹിക്കാത്ത, ദൈവത്തെ അറിയാത്ത അഭക്തന്മാരായിരിക്കുന്ന ആരുടെയും നമുക്ക് സഹായം ആവശ്യമില്ല. ഇവിടെ പറയുകയാണ്, യോഹന്നാൻ ഓർപ്പിക്കുകയാണ്, അവർ ജാതികളുടെ ഇടയിൽ നിന്ന് ആരുടെയും സഹായം വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് ഗായോസെ, ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർ നിൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വഴിയാത്രയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം നീ ചെയ്ത് കൊടുക്കണം എന്ന് അവനെ ഓർപ്പിക്കുകയാണ്. സുവിശേഷ വേലയെയും സുവിശേഷകന്മാരെ സഹായിക്കേണ്ടത് രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന ദൈവമക്കളാണ്. സഭയുടെ കടമയാണ് നമ്മുടെ അധ്വാനിക്കുന്നവരെ ഓർക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ അധ്വാനിക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. തിമോഥെയോസ് ലേഖനത്തിൽ 5:17 വായിക്കുന്നുണ്ട്. 1 തിമോഥെയോസ് 5:17 വായിക്കുന്ന പ്രകാരമാണ്, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി ബാണത്തിന് യോഗ്യരായി എണ്ണും. അത് വളരെ കഠിനാധ്വാനം ചെയ്ത് ക്ലേശങ്ങൾ സഹിച്ച്, നിന്ന സഹിച്ച്, അവമാനം സഹിച്ച്, പട്ടിണി കഷ്ടതയൊക്കെ അനുഭവിച്ച് അധ്വാനിക്കുന്നവരാണ്. അവർ എന്തിന് യോഗ്യരാണ്? ഇരട്ടി ബാണത്തിന്
യോഗ്യരാണ്. 2 കൊരിന്ത്യർ 2:17 വായിക്കുന്ന പ്രകാരമാണ്, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കണം. അപ്പോൾ ഒരു ദൈവദാസൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച വ്യക്തി അവരെങ്ങനെയുള്ളവരല്ല, ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല. ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കാതെ ദൈവവചനത്തിൻ്റെ നിർമ്മലതയും അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ തനിമയും ദൈവവചനത്തെ പഠിപ്പിക്കുന്നവരാണ് ദൈവദാസന്മാർ എന്ന് പറയുന്നത്. തീത്തോസിൻ്റെ ലേഖനം 1:11 വായിക്കുന്നു, അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു, അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ച് കളയും. അപ്പോൾ ദൈവദാസന്മാർ എങ്ങനെയുള്ളവരാണ്? ദുരുപദേശക്കന്മാരോട് ശക്തമായി വാദിക്കുന്നവരാണ്. അവരുടെ വായ അടച്ചു കളയുന്നു. കാരണം എന്തുകൊണ്ടാണ്? അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ നാം തിരിച്ചറിയുകയും അത് ഗൗരവത്തോടെ അവരെ കാണുകയും ചെയ്യേണ്ട ആവശ്യമാണ്. ഫിലിപ്പിയർ ലേഖനം 4:6 വായിക്കുന്ന പ്രകാരമാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണം. ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ കണ്ട് പതറിപ്പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ, ദുഃഖിച്ചു പോകാതെ എന്ത് ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കും. ആ ദൈവം പ്രാർത്ഥന കേട്ട് നമ്മെ നടത്തുവാൻ ഉന്നതനായിരിക്കുന്ന ദൈവമാണ്. ഫിലിപ്പിയർ 4:19 വായിക്കുന്ന പ്രകാരമാണ്, ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ദണ്ഡത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു. അവനൊരു കടബാധി ചെയ്യുന്ന കഷ്ടപ്പെടുവാനായിട്ട് ദൈവദാസന്മാർ ദൈവം അനുവദിക്കുകയില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വേഗത്തിൽ കിടന്നു പോകട്ടെ. മൂന്നാമതായിട്ട് നീ അവരെ സ്വീകരിക്കേണ്ടതിൻ്റെയും സൽക്കരിക്കേണ്ട ആവശ്യത മൂന്നാമത് പറയുന്നു, അവർ സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരാകും. അവരാരാണ്? സത്യത്തിൻ്റെ കൂട്ടുവേലക്കാർ. ഒന്നാമത്, അവർ തിരുനാമം നിമിത്തം പുറപ്പെട്ടവരാണ്. 2, അവർ ജാതികളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. 3, അവർ സത്യത്തിൻ്റെ വേലക്കാരാണ്. അതായത് സത്യ ഉപദേശം മറ്റുള്ളവർക്ക് പകർന്ന് നൽകുന്നവരാണ് കർത്താവിൻ്റെ ദാസന്മാർ എന്ന് പറയുന്നത്. അവരോട് മാത്രമേ നിനക്ക് കൂട്ടായ്മ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. സത്യ ഉപദേശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ആയിരിക്കണം ദൈവദാസന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരോട് മാത്രമേ നമുക്ക് ആത്മീയ കൂട്ടായ്മ, ആത്മീയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. പല കാലഘട്ടങ്ങളായിട്ട് വിവിധങ്ങളായിരിക്കുന്ന ദുരുപദേശങ്ങൾ ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കുക. നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുണ്ടായി വിവിധങ്ങളായിരിക്കുന്ന ദുരുപദേശക്കന്മാർ യോഹന്നാൻ്റെ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇടക്കാലഘട്ടങ്ങളിൽ പലവിധത്തിലായിരിക്കുന്ന ദുരുപദേശങ്ങൾ സഭാന്തരീക്ഷത്തിൽ കടന്നു വരികയുണ്ടായി. അതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ലിബറലിസം എന്ന് പറയുന്നത്. ലിബറലിസം വന്ന് വേദപുസ്തകം വ്യത്യസ്തമായ നിലകളിൽ വ്യാഖ്യാനിക്കുകയായി തുടങ്ങി. എന്നാൽ വലിയ വേരോട്ടമൊന്നും അതിന് കിട്ടാതെ വന്നപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് പുതിയ രീതിയിൽ, പുതിയ അവതരണ രീതിയിൽ പുതിയ ഉപദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി വേദപുസ്തകത്തിലെ വിവിധങ്ങളായിരിക്കും ഉപദേശങ്ങൾ വേറെ രീതി വ്യാഖ്യാനിച്ചുകൊണ്ട് പോയാൽ സഭ അതിനെ അംഗീകരിക്കത്തില്ല എന്ന് കണ്ടപ്പോൾ പുതിയ ഫ്ലേവറിൽ അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എടുത്തു പറയുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കാണാൻ കഴിയുന്നത്, എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ആത്മാവിൻ്റെ പേരിലാണ്. ഇപ്പോൾ പലയിടത്തും കാണാൻ കഴിയുന്നത് ഉപയോഗിക്കുന്ന ടെർമിനോളജി നാം ശ്രദ്ധിക്കണം. അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, അഭിഷേകം, ആരാധന, ദൂത്, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഇങ്ങനെ ഇളക്കി മറിക്കുന്ന രീതി. ഇവരുടെ എല്ലാം പറയുമ്പോൾ ആത്മാവിനെ, പരിശുദ്ധാത്മാവിൻ്റെ പേരിലാണ് ഇതൊക്കെ. അത് മാത്രമേ ജനങ്ങൾ സ്വീകരിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കി. അങ്ങനെ ജനത്തെ ഇളക്കി അവരെ വ്യത്യയമായ രീതിയിൽ അവരെ വഴിയിട്ടിട്ട് പോവുക. ഉപദേശങ്ങൾ അവർക്ക് വിഷയമല്ല, വചനത്തിൻ്റെ വ്യാഖ്യാനം അവർക്ക് വിഷയമല്ല, വചനത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ
ആ സ്പോണ്ടേനിയസ് ആയിട്ട് അവർക്ക് എന്താണ് ആ സമയത്ത് വരുന്നത്, അതാണ് അവരുടെ ഉപദേശം. അല്ല വചനം ധ്യാനിച്ച് പഠിച്ച് സഭയെ ഇതുപോലെ പഠിപ്പിക്കുവാനായിട്ട് അവർക്ക് ആഗ്രഹമില്ല, മറിച്ച് അവർക്ക് വായി വരുന്നത് അതാണ് അവരുടെ ഉപദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ട് ജനം ആകർഷിക്കപ്പെടുകയാണ്, അട്രാക്റ്റീവായി തീരുകയാണ്, അവരുടെ പാതകളിൽ പോവുകയാണ്. ഇതിൻ്റെ എല്ലാം പുറകിലത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ധനസമ്പാദനം എന്ന് മാത്രമാണ്, പണം സമ്പാദിക്കുക എന്ന് മാത്രമാണ്. അവർ നേടിയെടുക്കുന്നു, പിന്നെ അവരെ കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു ദേവദാസൻ വചനം പഠിപ്പിച്ചാലും വചനം പ്രസംഗിച്ചാലും വചനത്തിൻ്റെ ആഴങ്ങളോട് ചെന്നുകൊണ്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ മനസ്സിലാക്കി, ആശയങ്ങൾ മനസ്സിലാക്കി, അതിന് മുൻപും പിൻപും ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി, എന്താണ് ദൈവാത്മാവോടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലാക്കി ജനത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പ്രസംഗിക്കുന്ന ആളാണെങ്കിൽ ദൈവജനത്തെ പഠിപ്പിക്കുക ചെയ്യുന്നു. പഠിപ്പിക്കുന്ന അധ്യാപനായിരുന്നാലും ദൈവജനത്തെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവമക്കൾക്ക് വചനത്തിൽ ആഴമായ അറിവ് പകർന്നു കൊടുക്കുക എന്നത്, അതിൻ്റെ ബഹുദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഒത്തിരി യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ വിശകലനം ചെയ്ത് ബൈബിൾ പഠിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അതിന് സമയം കണ്ടെത്തുവാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഇപ്പോൾ നമുക്കിത് കടന്നു വരുമ്പോൾ സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രോഫോസ് ഇയാൾ ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് പറയാണ്, സഭയ്ക്ക് ഞാൻ ഒരു കത്ത് ഇതിനു മുമ്പ് എഴുതിയിരുന്നു, എങ്കിലും അവിടെയുള്ള നിങ്ങളുടെ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രോഫോസ് ഞങ്ങളെ എന്ത് ചെയ്യുന്നില്ല, കൂട്ടാക്കുന്നില്ല. ഇവിടെ പറയുന്ന സഭ എന്ന് പറയുന്നത് ഗായോസ് ആരാധിക്കുന്ന സഭയാണ്. സഭയ്ക്ക് കത്തെഴുതി പറയുമ്പോൾ ഗായോസ് ഇപ്പോഴായിരിക്കുന്ന എഫെസോസ് സഭയ്ക്ക് യോഹന്നാൻ ഇതിനു മുമ്പ് ഒരു കത്തെഴുതിയിരുന്നു. ഈ കത്ത് എങ്ങനെയുള്ളതാണെന്ന് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ചരിത്രം പറയുന്നത് ഈ ഗായോസ് ഈ കത്ത് യോഹന്നാൻ അയച്ച കത്ത് കണ്ടിട്ടില്ല. അതിന് കാരണം സഭയ്ക്ക് എഴുതിയ കത്ത് ദിയോത്രോഫ് എന്ന മനുഷ്യൻ ഈ കത്ത് മറ്റാരും കാണാതിരിക്കാനായിട്ട് തടഞ്ഞു വെച്ചു, അത് കീറിക്കളഞ്ഞു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. കാരണം സഭയ്ക്ക് വേണ്ടി എഴുതിയായിരിക്കുന്ന ഒരു കത്താണ്, അതാരെയും കാണിക്കാതെ ഈ മനുഷ്യൻ ദിയോത്രോഫോസ് എന്ന് പറയുന്ന മനുഷ്യൻ അത് ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ കാണുന്ന ഈ മനുഷ്യൻ ദിയോത്രോഫോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഗായോസിനൊപ്പം സഭയിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഈ മനുഷ്യൻ്റെ പ്രത്യേകത ഒരു ഏകാധിപതിയായിട്ട് വാഴുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എല്ലാവരെയും അടക്കി ഭരിക്കണം എന്നുള്ളതാണ് ഈ മനുഷ്യൻ്റെ ആഗ്രഹം. തൻ്റേതായിട്ടുള്ള അപ്രമാദിത്യം സ്ഥാപിക്കുവാനാണ് ഇവൻ്റെ ആഗ്രഹം. യോഹന്നാൻ അയച്ചറിയിക്കുന്ന കത്ത് ഇവനെ നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സഭ ഈ ദിയോത്രോഫോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലും അവൻ്റെ അധികാര പരിധിയിലും കൊണ്ടുപോകണം എന്നാണ് ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അവൻ ചെയ്തത് യോഹന്നാനെ പറ്റി എന്ത് പറയുന്നു, ദുർവാക്ക് പറഞ്ഞു. അഥവാ യോഹന്നാനെ പറ്റി മോശമായിട്ടുള്ള വാക്കുകൾ ഈ മനുഷ്യൻ പറഞ്ഞ് പരത്തി എന്നാണ് കാണാൻ കഴിയുന്നത്. യോഹന്നാനോടുള്ള വിദ്വേഷം ഈ ദിയോത്രോഫോസ് ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. ചുരുക്കത്തിൽ ഈ മനുഷ്യൻ ഒരു അഹംഭാവമുള്ള വ്യക്തിയായിരുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനോ അവരെ സൽക്കരിക്കുന്നതിനോ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. എല്ലാവരും അവനെ അംഗീകരിക്കണം, അവനെ സ്തുതിക്കണം എന്ന് മനോഭാവമുള്ളവരാണ്. നാം അതിനെ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ക്രിസ്തുവാണ് സഭയുടെ തല എന്ന് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ വിസ്മരിക്കുക, ക്രിസ്തു തലയായിരിക്കുക സഭയെ അവഹേളിക്കുക, നിന്ദിക്കുക എന്ന ഒരു മനോഭാവമാണ് ഈ ദിയോത്രോഫോസ് എന്ന മനുഷ്യനെ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവായിരിക്കണം ആരെ നയിക്കേണ്ടത്, സഭയെ നയിക്കണം. ഒരു വ്യക്തിയല്ല സഭയെ നയിക്കേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവാണ് സഭയെ നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന ഒരാൾ വേണം സഭ നിയന്ത്രിക്കപ്പെട്ടു പോകേണ്ടത്. കേവലം സഭയെ അടക്കി ഭരിച്ച് തൻ്റെതായിരിക്കുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതല്ല ആഗ്രഹിക്കുന്നത്. ഈ മനുഷ്യൻ്റെ മനോഭാവം വ്യത്യസ്തമായിരുന്നു. ഞാനാണ് എല്ലാം, എൻ്റേതാണ് എല്ലാം, സ്വന്തം മഹത്വമാണ് അവൻ ആഗ്രഹിക്കുന്നത്.
ഞാൻ പറയുന്ന പോലെ മാത്രമേ ഇവിടെ നടക്കുവാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതായിരിക്കും മനോഭാവം. എന്നെപ്പറ്റി ദോഷമായി, വിദ്വേഷമായിട്ട്, മോശമായിട്ട് ഇവൻ പറയുന്നു എന്ന് യോഹന്നാൻ ഗായോസിന് പറയുകയാണ്. ഇത്തരത്തിലുള്ള ആയിരിക്കുന്ന സ്വഭാവമുള്ളവർ സഭയ്ക്ക് വളരെ ദോഷം ചെയ്യും. ഇവരുള്ളിടത്തോളം കാലം സഭ ഒരിക്കലും വളരുകയില്ല. സഭയുടെ അടിത്തറ ഇളക്കുവാനായിത്തീരും. അവർ സഭയ്ക്ക് ദോഷമായിത്തീരും. സഭയുടെ വളർച്ചയെ കാര്യമായി ബാധിക്കും. സഭ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ചെയ്യുന്ന പോലെ എല്ലാവരെയും കൂടി വന്ന് അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും പങ്കുവെച്ച് ഒരു സമന്വയത്തിലെത്തി, അഭിപ്രായ സമന്വയത്തിൽ വന്ന ശേഷം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് സഭയെപ്പറ്റി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പദ്ധതി എന്ന് പറയുക. കേവലം സ്ഥാപിതമായിട്ടുള്ള താല്പര്യങ്ങളല്ല, മറിച്ച് എല്ലാവരുടെയും പൊതു താല്പര്യം അനുസരിച്ച് സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടമാണ്. എല്ലാവരുടെയും അഭിപ്രായത്തനുസരിച്ച് സഭ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത് അനുഗ്രഹിക്കപ്പെട്ട സഭയായി അത് തീരുകയുള്ളൂ. 10-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച്, ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ സ്വഭാവം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 3 വിധ ദോഷങ്ങൾ ഇവനിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ അവിടെ ചൂണ്ടിക്കാണിക്കും. 1, ഞങ്ങളെപ്പറ്റി ദുർവാക്ക് പ്രചരിപ്പിക്കുന്നു, അഥവാ ദുരുദ്ദേശത്തോടെ എന്ത് ചെയ്യുന്നു, അപവാദം ഞങ്ങളെപ്പറ്റി പറഞ്ഞു വരുത്തും. ഇവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു സ്വഭാവഹത്യ നടത്തുക, ക്യാരക്ടർ അസാസിനേഷൻ, സ്വഭാവഹത്യ നടത്തിയ യോഹന്നാനെ എതിരെ ദൂഷണം പറഞ്ഞടക്കുക. ബ്രിങ്ങിങ് ഫോൾസ് ചാർജസ് വിത്ത് ഈവിൾ വേർഡ്സ്, മോശമായിട്ടുള്ള നിന്നയുടെ അരിക്കുന്ന പരിഹാസത്തിൻ്റെ, അപവാദത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് യോഹന്നാന് എതിരായിട്ട് വിദ്വേഷം പരത്തുകയാണ്. ഉള്ളിൽ വിദ്വേഷമുള്ളവർ അവർ ഏതറ്റം വരെയും പോകാനായിട്ട് മടിക്കത്തില്ല. ഒരാളുടെ ഉള്ളിൽ വിദ്വേഷം ഉണ്ടെങ്കിൽ ഏതറ്റം വരെ അവർ പോകും. നമുക്ക് ആവശ്യമായിരിക്കുന്നത് അങ്ങനെയുള്ളായിരിക്കുന്ന സ്വഭാവമല്ല. നാം ചിന്തിക്കുന്ന പോലെ ഒരു ഹൃദയശുദ്ധി ഉള്ളായിരിക്കുന്ന അനുഭവമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. രണ്ടാമത്തെ അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ സഭയെ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ സഞ്ചരിച്ചു വരുന്ന സുവിശേഷന്മാരെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, അവരെ സഭയിൽ സ്വീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. സഹോദരന്മാരെന്ന് പറയുന്നത് സഞ്ചാര സുവിശേഷന്മാർ. അവർ ഗ്രാമം തോറും കടന്നു പോകുന്ന സുവിശേഷം അറിയിക്കുന്നവരാണ്. അങ്ങനെയുള്ള ദൈവദാസന്മാർ സഭയിൽ വന്നാൽ അവരെ സഭയിൽ എന്ത് ചെയ്യുന്നില്ല, അടുപ്പിക്കത്തില്ല, അവരെ പ്രവേശിപ്പിക്കത്തില്ല. ഇവിടെ ഞാൻ മാത്രം മതി എന്നുള്ളായിരിക്കുന്ന ചിന്തയിൽ അവരെ അടുപ്പിക്കുകയില്ല. അഥവാ ആരെങ്കിലും ഇങ്ങനെയുള്ളവരെ സഭയിൽ കൈക്കൊള്ളുന്നു, സ്വീകരിക്കുന്നു, ഭവനത്തിൽ സ്വീകരിക്കുന്നു എന്നറിയുന്നുവെങ്കിൽ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അവരെ എന്ത് ചെയ്യുന്നു, സഭയിൽ നിന്ന് പുറത്താക്കുവാനായിട്ട് ഇവൻ ശ്രമിക്കും. അപ്പോൾ അത്രമാത്രം സ്വാധീനമുള്ള വ്യക്തിയായിരിക്കാം ഈ ദെമത്രിഫോസ് എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി. ആരെങ്കിലും അവരെ സ്വീകരിച്ചാൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. എന്നാൽ ഗായോസ് തൻ്റെ ഭവനത്തിൽ കർത്തൃദാസന്മാരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇത്രയും ദോഷം ചെയ്യുന്ന വ്യക്തി സഭയിലുണ്ട്. അപ്പോൾ തന്നെ ഗായോസ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വരുന്ന ദൈവദാസന്മാരെ കൈക്കൊള്ളുകയും സ്വീകരിക്കുകയും ആതിഥ്യ മര്യാദ കാണിക്കുകയും അവരെ സഹായം ചെയ്ത് പറഞ്ഞു വിടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിന് കാരണം എന്താണ്? ഒരു പക്ഷേ ഗായോസ് സാമ്പത്തികമായി നല്ല സ്ഥിതി ഉള്ള വ്യക്തിയും സ്വാധീനമുള്ള വ്യക്തിയും ആയിരിക്കുന്നതുകൊണ്ട്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ ദെമത്രിഫോറസിൻ്റെ അഭ്യാസമൊന്നും ആരുടെ അടുക്ക് നടക്കുന്നില്ല, ഗായോസിൻ്റെ അടുക്ക് നടക്കുന്നു. കാരണം അവൻ സ്വാധീനമുള്ള വ്യക്തിയാണ്, സമ്പത്തുള്ള വ്യക്തിയാണ്, അവനോടൊന്നും നേരിടുവാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ഗായോസ് എന്ത് ചെയ്യുന്നു, ദൈവദാസന്മാരെ സ്വീകരിക്കുന്നു, സൽക്കരിക്കുന്നു, കൊടുക്കുന്നു. എന്നാൽ വേറെ ആൾക്കാർ ചെയ്യുമ്പോൾ അവരെ എന്ത് ചെയ്യുന്നു, സഭയിൽ നിന്ന് പുറത്താക്കും. ഗായോസിനെ പുറത്താക്കുവാനായിട്ട് ധൈര്യമില്ല, കാരണം അവൻ അങ്ങനെയുള്ള വ്യക്തിയല്ല.
ഇവിടെ ഈ മനുഷ്യൻ്റെ സ്വഭാവം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. യോഹന്നാൻ ഓർപ്പിക്കുകയാണ്, അവൻ്റെ പ്രവൃത്തി ഞാൻ വരുമ്പോൾ അവനെ ഓർമ്മ വരുത്തും, നീ ഒന്നും പറയണ്ട, ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം എന്നാണ് യോഹന്നാൻ ഗാവീസ് പറയുന്നത്. നിങ്ങൾ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട, അവൻ്റെ പ്രവൃത്തി ഞാൻ വരുമ്പോൾ അവനെ ഓർമ്മിപ്പിക്കും. എന്നുവെച്ചാൽ ഞാൻ അവനെ നന്നായിട്ട് അവൻ കൈകാര്യം ചെയ്തുകൊള്ളാം എന്നാണ് ഗായോസിനോട് യോഹന്നാൻ പറയുന്നത്. നീ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ട, ഞാൻ അത് നേരിട്ട് കൊള്ളാം എന്ന് ഓർപ്പിക്കുകയാണ്. 11-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവൻ ആകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ഇവിടെ പറയുന്നു, ഗായോസെ, നീ ഒരിക്കലും ദിയോത്രഫോസിനെ പോലെ ആയിത്തീരരുത്. അവനെ നീ ഒരു കാരണവശാലും അനുകരിക്കുവാനായിട്ട് പാടില്ല. അവൻ ദോഷം ചെയ്യുന്നവനാണ്, സഭയെ ഉപദ്രവിക്കുന്നവനാണ്, അവൻ ദൈവമക്കളെ ദ്രോഹിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ നീ ഒരിക്കലും അനുകരിക്കുവാനായിട്ട് പാടില്ല. നീ എന്ത് ചെയ്യണം? നന്മ മാത്രം ചെയ്യുക. ഒരു മനുഷ്യൻ്റെ സ്വഭാവവും പെരുമാറ്റവും നാം മനസ്സിലാക്കുന്നത് അവൻ എത്രമാത്രം ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ സ്വഭാവം പ്രതിഫലിച്ച് കാണുന്നത്. ദൈവത്തോട് എത്രമാത്രം അടുത്ത് വസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം അവൻ്റെ സ്വഭാവ രീതിയും പെരുമാറ്റവും വിലയിരുത്തേണ്ടത്. ഇവിടെ പറയുകയാണ്, ഒരാൾ നന്മ ചെയ്യുന്നുവെങ്കിൽ അവനിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ കൃപയുണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ്. ആ വ്യക്തിയിൽ കാണുന്ന നന്മ എന്ന് പറയുന്നത് ആ ദൈവത്തിൽ നിന്നും പ്രാപിച്ചായിരിക്കുന്ന നന്മയാണ്. ഒരു വ്യക്തിക്ക് ദൈവകൃപ അനുഭവിച്ച് നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്തായിരിക്കുന്ന ഒരു അനുഭവമാണ്. വളരെ ത്യാഗം ചെയ്ത് നേടിയെടുത്തായിരിക്കുന്ന അനുഭവമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരോട് നന്മ, അത് മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുള്ളൂ. നമുക്ക് രക്ഷ നേടുവാനായിട്ട്, രക്ഷ പ്രാപിക്കുവാനായിട്ട് നാം വലിയ തുകയൊന്നും മുടക്കിയിട്ടില്ല, കഠിനാധ്വാനം ചെയ്തിട്ടില്ല. കർത്താവ് വിശ്വസിച്ചപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് രക്ഷ എന്ന് പറയുന്നത്. എന്നാൽ രക്ഷയ്ക്ക് ശേഷമുള്ള ആത്മീയത കെട്ടിപ്പടുക്കുവാനായിട്ട് വലിയ തുക നാം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. വലിയ കഠിനാധ്വാനം വളരെ ആവശ്യമാണ്. രക്ഷ നേടുവാൻ നാം തീവ്രമായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടില്ല, കേവലം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടി. രക്ഷിക്കപ്പെട്ട ശേഷം ധന്യമായൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് വലിയ വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഓരോ ദിവസവും നാം അതിനെ പണിയേണ്ടത് ആവശ്യമാണ്. നാം നമ്മെ ഒരുക്കി എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു പക്ഷിയെ മെരുക്കി എടുക്കുന്ന പോലെ നമ്മുടെ മനുഷ്യനെ നാം മെരുക്കി എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ പറയുകയാണ്, ഒരാൾ തിന്മ ചെയ്തുവെങ്കിൽ അവൻ ആരെ കണ്ടിട്ടില്ല? ദൈവത്തെ കണ്ടിട്ടില്ല. അതായത് തിന്മയുടെ പ്രവൃത്തികളാണ് അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതെങ്കിൽ ദൈവപ്രവൃത്തികൾ അവന് കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവന് കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും അവന് പ്രാപിക്കാനായിട്ട് സാധ്യമല്ല. തിന്മയാണ് അവനിലുള്ളതെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവൻ കാണാൻ സാധിക്കത്തില്ല. നന്മയാണെന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ ദിയോത്രഫോസിൻ്റെ രക്ഷയെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. അവനെ രക്ഷയെപ്പറ്റി ചോദ്യം ചെയ്യുന്നില്ല. ദൈവമകനല്ല എന്ന് പറയുന്നില്ല. പക്ഷെങ്കിൽ അവൻ്റെ പെരുമാറ്റ രീതിയിൽ വേദനിപ്പിക്കുന്നതാണ്, അവൻ്റെ സ്വഭാവങ്ങൾ വേദനിപ്പിക്കുന്നതാണ്, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതായിരിക്കുന്ന സ്വഭാവ രീതിയാണ്. അതിനാണ് മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്നത്. ഒരിക്കലും യോഹന്നാൻ രക്ഷയെപ്പറ്റി ചോദ്യം ചെയ്യാനായിട്ട് കാണുന്നില്ല. ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികൾ നിന്നെ ഒരിക്കലും സ്വാധീനിക്കരുത് എന്ന് യോഹന്നാൻ ഗായോസിനെ ഓർപ്പിക്കുകയാണ്. അവരിൽ നിന്ന് നീ പൂർണ്ണമായി ഒഴിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. അവരെ ഒരിക്കലും അനുകരിക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. 12-ാം ഭാഗത്ത് കിടന്നു വരുമ്പോൾ അവിടെ വേറെ മനുഷ്യരെപ്പറ്റി പറയുകയാണ്, ഡെമട്രിയസ്. എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു, ഞങ്ങളുടെ സാക്ഷ്യം സത്യം എന്ന് നീ അറിയുന്നു. മൂന്നാമത് ഒരു വേറെ വ്യക്തിയെ യോഹന്നാൻ അവിടെ പറയുകയാണ്. അവൻ്റെ പേരാണ്
ഡെമത്രിയോസ്. അവൻ ആരാണ്? എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു ആളിനെ പറ്റി പറയുകയാണ്, ഡെമട്രിയസ്. ആ വാക്കിൻ്റെ അർത്ഥം ബിലോങ്ങിങ് ടു ഡെമിറ്റർ എന്നാണ്. ഡെമിറ്ററിനെ അനുധാവനം ചെയ്യുന്ന വ്യക്തി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഡെമിറ്റർ എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ ഒക്കെ ദൈവമായിട്ടാണ് ഡെമട്രിയസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഈ ഡെമട്രിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ജാതീയനായിരുന്നു, അന്യദൈവന്മാരെ ആരാധിച്ച വ്യക്തിയായിരുന്നു. അവിടെ നിന്നും യോഹന്നാൻ മുഖാന്തരം രക്ഷിക്കപ്പെട്ട വന്ന വ്യക്തിയായിരുന്നു ഈ ഡെമട്രിയോസ്. അങ്ങനെയാണ് ആ പേര് അവർ വരുവാൻ ഇടയായിത്തീർന്നതെന്നാണ് പറയുന്നത്. തിരുവഴുത്തിൽ 2 ഡെമട്രിയോസിനെ പറ്റി നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 19:29 എഫെസോസിലുള്ള സിൽവർ സ്മിത്ത്, വെള്ളിപ്പണികാരനായ ഡെമത്രിയോസ്, തട്ടാനായിരിക്കുന്ന ഡെമത്രിയോസ് എന്ന് വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ ഈ ലേഖനത്തിൽ 12-ാം വാക്യത്തിൽ വായിക്കുന്നത് യോഹന്നാൻ കമൻ്റ് ചെയ്യുന്ന വിശ്വാസിയായിരിക്കുന്ന ഡെമട്രിയോസ് ഇവിടെ കാണാൻ കഴിയുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരുപക്ഷെ ഈ മനുഷ്യൻ ഗ്രീക്ക് റോമൻ ദേവതകളെ ആരാധിച്ചു വന്ന ജാതീയനായിരിക്കുന്ന വ്യക്തിയായിരുന്നു. അവൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ്. അവനിൽ 3 സ്വഭാവ രീതികൾ ഉണ്ടായിരുന്നു എന്ന് ഈ ഭാഗത്ത് കാണാൻ കഴിയുകയാണ്. 1, എല്ലാവരാലും നല്ല സാക്ഷ്യം പ്രാപിച്ച. ഡെമട്രിയസിന് സകലരാലും നല്ല സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ നല്ല സൽപ്പേര് ലഭിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ ഡെമട്രിയസ് എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞെന്താണ്? എന്നെ അനുഗമിക്കുന്നവർ എന്ത് ചെയ്യണം? തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ ദാസനായി, കർത്താവിൻ്റെ ശിഷ്യനായി തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം തന്നെത്താൻ ത്യജിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നാം ത്യജിക്കേണ്ട ആവശ്യമാണ്. നമ്മുടേതായിരിക്കുന്ന ചില ഈഗോസ് നാം ത്യജിക്കേണ്ട ആവശ്യമാണ്. നമ്മുടേതായിരിക്കുന്ന ചില തത്വചിന്തകളെ നാം വെടിയേണ്ടത് ആവശ്യമാണ്. നമ്മുടേതായിരിക്കുന്ന ചില പെരുമാറ്റ രീതികളെ നാം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടേതായിരിക്കുന്ന സംസാര രീതികളെ നാം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടേതായ ചില മുൻവിധികളുണ്ടല്ലോ, അതിനെ നാം ഉപേക്ഷിക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ സ്വഭാവ രീതികളെ നാം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. തന്നെത്താൻ ത്യജിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനൊക്കെ ത്യജിച്ചെങ്കിൽ മാത്രമേ നല്ല ശിഷ്യനായിരിക്കുവാനായിട്ട് പാടുകയുള്ളൂ. മാത്രമല്ല, നാം ഓരോരുത്തരും നമ്മുടെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കണം. കർത്താവിനെ ക്രൂശെടുക്കാനല്ല, തന്നെത്താൻ ത്യജിച്ച് എന്ത് ചെയ്യണം? തൻ്റെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുക. നാം നമ്മുടെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുക. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ത്യജിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ത്യജിച്ചുവെങ്കിൽ മാത്രമേ ഇവിടെ പറയുന്ന ഈ മനുഷ്യനെ പോലെ നല്ല സാക്ഷി നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കൂ. രണ്ടാമത്തെ പ്രത്യേകത, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനായിരുന്നു ഇവിടെ പറയുന്ന ഈ ഡെമത്രിയോസ് എന്ന് പറയുന്നത്. അവൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. അതായത് ഡെമത്രിയോസിൻ്റെ സത്യത്തോടുള്ള നിലപാടുകളാണ് അവൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അവനും സത്യം അറിഞ്ഞു, ഉപദേശം മനസ്സിലാക്കി, അവനും സത്യത്തെ മുറുകെ പിടിക്കുന്നു. ആ മുറുകെ പിടിക്കുന്നതിൻ്റെ ആ ഒരു വില, അതിൻ്റെ മൂല്യം അവൻ്റെ ജീവിതത്തിൽ പായ്പാടയായിത്തീരുകയാണ്. നമ്മൾ പാഠപുസ്തകത്തിൽ കടന്നു വരുമ്പോൾ 14-13 വായിക്കുന്നുണ്ട്, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിക്കേണ്ടത് ആകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും. അവർക്ക് വിശ്രമം ആവശ്യമാണ്. പക്ഷെങ്കിൽ എന്താണ് അടുത്ത ഭാഗം പറയുന്നത്? അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും. ദൈവഭക്തനായി ജീവിക്കുന്നുവെങ്കിൽ, ഒരു ദൈവഭക്തിയായി ജീവിക്കുന്നുവെങ്കിൽ, നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും നമ്മുടെ പ്രവൃത്തി സദാകാലവും നിലനിൽക്കുന്നതാണ്. ഇവിടെ ഡെമത്രിയോസിനെ പറയുകയാണ്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനായിരുന്നു, നല്ല സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയായിരുന്നു. മൂന്നാമത്തെ പ്രത്യേകത, ഞങ്ങളും നല്ല സാക്ഷ്യം പറയണം. അഥവാ യോഹന്നാൻ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയും ആരെപ്പറ്റി നല്ല സാക്ഷ്യം പറയുന്നു? ഡെമത്രിയോസിനെ പറ്റി നല്ല സാക്ഷ്യം പറയുന്നു. 3 പ്രത്യേകതകൾ ഇവിടെ കാണുവാൻ കഴിയുകയാണ്. അങ്ങനെ ഈ മൂന്നാമത്തെ വ്യക്തിയും
യോഹന്നാന് വളരെയധികം അഭിമാനം തോന്നാതിരിക്കുന്ന വ്യക്തിയാണ്. അവസാന വാക്യത്തിൽ കടന്നു വരുമ്പോൾ 13, 14, 15 വാക്യം കടന്നത്, എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു, അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. നിനക്ക് സമാധാനം. സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹിതന്മാർക്ക് പേരായി വന്ദനം ചൊല്ലി. ഇവിടെയും കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പോലെ, കഴിഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഗായോസിനെ എഴുതി അറിയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും എന്ത് ചെയ്യുന്നില്ല, മഷിയും തൂവലും കൊണ്ട് എഴുതുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേഗത്തിൽ നിന്നെ കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അഭിവാഞ്ച എന്നോർത്ത് നോക്കി യോഹന്നാന് താന് വിശ്വാസി കൊണ്ടുവന്ന ഗായോസ് എന്ന് പറയുന്ന സഹോദരനെ കാണുവാൻ വലിയ ആഗ്രഹമാണ് മനസ്സിലുള്ളത്. അവനെ കണ്ട് സംസാരിക്കാൻ വളരെ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് വ്യക്തികളുണ്ട്. 3 പേരെ ഇവിടെ കാണാൻ കഴിയുന്നു. അത് 2 പേര് നമുക്ക് മാതൃകയായി എടുക്കാൻ പറ്റുന്ന 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ഗായോസ്. അവൻ്റെ പ്രത്യേകത, അവൻ അതിഥികളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും അവരെ സഹായിക്കുവാനും ഒരു വിശാലമായ ഹൃദയം ഉള്ള വ്യക്തിയായിരുന്നു. അവൻ ദൈവദാസന്മാരെ, ദൈവജനത്തെ, ശുശ്രൂഷകന്മാരെ സ്വീകരിക്കുന്നതിലും സൽക്കരിക്കുന്നതിലും കൊടുക്കുന്നതിലും ഒരു വിശാലമായ ഹൃദയമുള്ള വ്യക്തിയായിരുന്നു ഗായോസ്. ഇവനെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു വ്യക്തിത്വമാണ്. രണ്ടാമത് ദെമത്രിയോസ്. അവൻ്റെ പ്രത്യേകത സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന വ്യക്തിയായിരുന്നു. മാത്രമല്ല സമൂഹത്തിൽ നല്ല സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ദെമത്രിയോസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ 2 വ്യക്തിത്വങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാതൃകാ പുരുഷന്മാരായി കണ്ടുകൊണ്ട് അവർ കാണിച്ചായിരിക്കുന്ന നല്ല ആ പ്രവൃത്തികളെ നമുക്ക് അനുകരിക്കാൻ നോക്കണം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് അവസാനിപ്പിക്കുകയാണ്. ഈ ലേഖനം ഇവിടെ അവസാനിക്കുന്നു. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ലേഖനമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ടുണ്ട്. തുടർന്നും നിങ്ങളൊക്കെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഈ വേദഭാഗങ്ങൾ ചിന്തിച്ച് വായിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയുന്ന ആ ചിന്തകളെ നമുക്ക് ഉൾക്കൊള്ളാൻ ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.